നന്ദനാർ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാള സാഹിത്യകാരനാണ് നന്ദനാർ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് നന്ദനാർ എന്നുള്ളത്. യഥാർത്ഥ പേര് PC ഗോപാലൻ. തമിഴ് ശിവഭക്ത സന്യാസിയായിരുന്ന നന്ദനാരോടുള്ള ആദരസൂചകമായിട്ടാണ് അദ്ദേഹം ഈ തൂലികാനാമം സ്വീകരിച്ചത്. 1926 മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് പരമേശ്വര തരകൻ്റെയും നാണിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. 1942 മുതൽ 1964 വരെ പട്ടാളത്തിൽ സിഗ്നൽ വിഭാഗത്തിൽ ജോലി നോക്കി. 65 മുതൽ മൈസൂരിൽ NCC ഇൻസ്ട്രക്ടറായിരുന്നു. 67 മുതൽ ഫാക്ടിൽ പബ്ലിസിറ്റി വിഭാഗത്തിലായിരുന്നു ജോലി. ജോലിയിലിരിക്കെ 1974 പാലക്കാട്ടെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച് നന്ദനാർ ആത്മഹത്യ ചെയ്തു. 48 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ. 7 നോവലുകളും 1 നാടകവും 11 കഥാസമാഹാരങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബാല്യം മുതൽ താൻ അനുഭവിച്ചറിഞ്ഞ കഷ്ടപ്പാടുകൾ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ള നന്ദനാരുടെ കഥാപാത്രങ്ങൾ പാവപ്പെട്ടവരും സാധാരണക്കാരും മണ്ണിൻ്റെ മണവും പ്രകൃതിയുടെ കനിവും നിറഞ്ഞ ഹൃദയ നൈർമല്യമുള്ളവരും ആണ്. മലബാർ കലാപവും ഇന്ത്യ പാക് വിഭജനവും ഹിന്ദു മുസ്ലിം ലഹളയും നന്ദനാർ കഥകളുടെ ജീവസ്പന്ദനങ്ങളായി മാറുന്നുണ്ട്. യുദ്ധക്കെടുതികളും പട്ടാള ക്യാമ്പുകളിലെ മനം മടിപ്പിക്കുന്ന ജീവിതവും കഥകളുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ആത്മാവിൻ്റെ നോവുകൾ, അനുഭൂതികളുടെ ലോകം, ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, മഞ്ഞക്കെട്ടിടം, ഉണ്ണിക്കുട്ടൻ വളരുന്നു, ആയിരവല്ലിക്കുന്നിൻ്റെ താഴ്വരയിൽ, അനുഭവങ്ങൾ തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ആത്മാവിൻ്റെ നോവുകൾ എന്ന കൃതിക്ക് 1963 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ തന്നെ വേഷപ്രച്ഛന്നനായി PC ഗോപാലനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ജീവിതം ആഘോഷിക്കണമെന്ന് മോഹിക്കുന്ന കുട്ടിക്കാലം, സാഹചര്യങ്ങളെല്ലാം അതിന് വിപരീതമായി ഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് പശ്ചാത്തലം അനുകൂലമാകുമ്പോൾ പഴയ മോഹങ്ങളോടെല്ലാം ഇഷ്ടക്കേട് തോന്നുക, ഈ ഒരു അവസ്ഥാന്തരത്തിലൂടെ പുലർന്ന ജീവിതമാണ് നന്ദനാരുടേത്. സൈനിക ജോലിയോ ഫാക്ടിലെ ഉദ്യോഗമോ നന്ദനാരെ തൃപ്തനാക്കിയിരുന്നില്ല. അദ്ദേഹം സദാ അസംതൃപ്തനും അശാന്തനുമായിരുന്നു. ജീവിതത്തിലെ പരുക്കത്തരം ഉണ്ണിക്കുട്ടൻ്റെ ലോകം പോലുള്ള സാഹിത്യ കൃതികളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ജീവിതം പോലെ എഴുത്തും ആഘോഷമാക്കാൻ നന്ദനാർക്ക് താല്പര്യമുണ്ടായിരുന്നു. ജീവിതോത്സവത്തിലെ കൊടിയിറക്കമായി നന്ദനാർ നോവൽ എഴുതി, അനുഭവങ്ങൾ എന്നുള്ള നോവൽ. അനിശ്ചിതത്വത്തിൽ എഴുതാൻ തുടങ്ങിയിട്ടുള്ള ഒരു കൃതി കൂടിയാണ് അനുഭവങ്ങൾ. ആത്മകഥാപരമായ നോവൽ അല്ലെങ്കിൽ ആത്മകഥ എന്ന് തന്നെ നമുക്ക് നന്ദനാരുടെ അനുഭവങ്ങളെ വിലയിരുത്താനായിട്ട് കഴിയും. ജീവിതത്തോടുള്ള ആഭിമുഖ്യമില്ലായ്മ മരണത്തിലേക്കുള്ള എളുപ്പമാർഗവും കുറുക്കുവഴിയുമായി മാറുന്നു. ജീവിതത്തോടുള്ള അമിതാസക്തി ഒരു ഘട്ടത്തിൽ നിർമ്മമമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന് മരണത്തോടുള്ള ആസക്തി കൂടിയായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. നന്ദനാരിൽ ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അനുഭവങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലാണ്. ഗോപി പട്ടാളത്തിൽ പോകുന്നത് വരെയുള്ള കഥയാണ് അനുഭവങ്ങളിൽ പറയുന്നത്. അപ്പോൾ PC ഗോപാലൻ എന്ന് പറയുന്ന നന്ദനാർ പട്ടാളത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് നന്ദനാർ എന്നുള്ള ആ പേര് കിട്ടുന്നത് തന്നെ. അപ്പോൾ അനുഭവങ്ങൾ എഴുതി തീർന്നതും നന്ദനാർ ആത്മഹത്യ ചെയ്യാണ്
അപ്പോൾ ആത്മകഥാംശമുള്ള ആത്മകഥാകുറിപ്പായിട്ട് നമുക്ക് അനുഭവങ്ങളെ വിലയിരുത്താനായിട്ട് പറ്റും. എന്നാൽ ഇടപ്പള്ളിയുടെയും രാജലക്ഷ്മിയുടെയും കാലശേഷമുള്ള ആത്മഹത്യാ വായനകളുടെ രീതി നന്ദനാരുടെ പുസ്തകങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് പറയും. പട്ടാള കഥാകാരനായിട്ടുള്ള വിലയിരുത്തലാണ് നന്ദനാർക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. നന്ദനാരുടെ പൂർവാശ്രമ കഥയാണ് അനുഭവങ്ങളിൽ അദ്ദേഹം പറയുന്നത്. അവസാനം എഴുതിയ അനുഭവങ്ങൾ ആദ്യം വായിക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ. അനുഭവങ്ങളിൽ നിന്നാണ് ശരിക്കും നന്ദനാർ കൃതികളുടെ വായന തുടങ്ങേണ്ടത് എന്ന് പറയും. അപ്പോൾ കാലത്തിന് മായ്ക്കാൻ സാധിക്കാത്ത ആത്മമുദ്ര പതിപ്പിച്ച നോവലാണ് അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പം അനുഭവങ്ങൾ എഴുതി തീർത്ത് 2 ആഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം നന്ദനാർ എന്ന് പറയുന്ന ആ വലിയ പ്രതിഭ ആത്മഹത്യ ചെയ്ത് തൻ്റെ ജീവിതത്തോട് യാത്ര പറയുകയാണ് ചെയ്യുന്നത്.